കാസർഗോഡ് ദുബായിൽ ജോലി ചെയ്തിരുന്ന പാലക്കുന്ന് സ്വദേശിയായ സാദിഖിന്റെ ജീവൻ പ്രളയത്തിൽ പൊലിഞ്ഞത് തന്റെ മൊബൈൽ ഫോണിൽ പകർത്തിയ പ്രളയ ദൃശ്യങ്ങൾ സുഹൃത്തുക്കൾക്ക് അയച്ച നിമിഷങ്ങളടക്കം. പാലക്കുന്ന് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ഫൽക്കൺ ടെക്സ്റ്റൈൽസ് ഷോപ്പ് ഉടമയായ പി.കെ. അബ്ദുൾ അസീസ് അസ്മ ദമ്പതികളുടെ മകനാണ് സാദിഖ്. വെള്ളിയാഴ്ച രാവിലെ 9:30ഓടെയാണ് ഈ ദാരുണ സംഭവം നടന്നത്. ഒരു മാസം മുൻപ് ഭാര്യയുടെ സഹോദരൻ റാഷിദ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹത്തെ അനുഗമിച്ചാണ് സാദിഖ് നാട്ടിലെത്തിയത്. നാട്ടിലെത്തിയ ശേഷം പാലക്കുന്ന് പുതിയ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു സാദിഖ്. പകൽ സമയം നിർമ്മാണ സ്ഥലത്ത് ചിലവഴിച്ച ശേഷം രാത്രി ഭാര്യ വീട്ടിലേക്കാണ് അദ്ദേഹം പോയിരുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ ഉറക്കമുണർന്ന് വീടിന് ചുറ്റും വെള്ളം നിറഞ്ഞപ്പോൾ വീഡിയോ സാദിഖ് ഫോണിൽ പകർത്തി മതിലിൽ പ്രളയം എന്ന് കാണിച്ചുകൊണ്ട് ഈ ദൃശ്യങ്ങൾ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുത്തു. അല്പസമയം കഴിഞ്ഞപ്പോൾ അരമന വളപ്പിലെ ഭാര്യ ഫർസാനയുടെ വീട്ടിൽ നിന്നും അടുത്തുള്ള ഭാര്യയുടെ സഹോദരന്റെ വീട്ടിൽ നടക്കുമ്പോഴാണ് സാദിഖ് ശക്തമായ ഒഴുക്കിൽപ്പെട്ടത്. കൂടെയുണ്ടായിരുന്ന ഭാര്യ സഹോദരൻ മൊയ്തു 35 വയസ്സ് സാദിഖിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ പുഴയിൽ വീണു. എന്നാൽ അദ്ദേഹം ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ പിടിച്ച് രക്ഷപ്പെട്ടു. തിരച്ചിലിനൊടുവിൽ സാദിഖിന്റെ മൃതദേഹം 11 മണിയോടെ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്തു നിന്ന് കണ്ടെടുത്തു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശനിയാഴ്ച രാവിലെ വലിയൊരു ജനവാലിയുടെ സാന്നിധ്യത്തിൽ തന്നെ മസ്ജിദിൽ അദ്ദേഹത്തെ ഖബറടക്കി. മരിക്കുന്നതിന് തൊട്ടുമുമ്പ് സാദിഖ് പകർത്തിയ വീഡിയോ അങ്ങേയറ്റം ഹൃദയഭേദകമാണെന്ന് സുഹൃത്തുക്കൾ വേദനയോടെ ഓർക്കുന്നു.